ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ചെറുപയർ മുളപ്പിച്ചിട്ട് ഉള്ള ഉപ്പേരിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ എങ്ങനെ മുളപ്പിക്കുന്നതെന്നും കൂടി കാണിച്ച് തരാം ആദ്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പിടി ചെറുപയർ എടുത്തിട്ട് കിണ്ണത്തിലൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അതിൽ പരത്തി വെക്കുക കേട്ടോ. എന്നിട്ട് എന്നും ഒരു നേരം നനച്ച് കൊടുക്കണം. അതുപോലത്തെ കുപ്പി എടുത്തിട്ട് നമ്മൾ ഓട്ടുണ്ടാക്കിയിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് മുള വരും. ഒരാഴ്ച വേണം കേട്ടോ നന്നായി ഇല വരണമെങ്കിൽ. ഒരു നേരത്തെ ഉപ്പേരിക്ക് വരണമെങ്കിൽ ഒരാഴ്ച കൊണ്ടാണ് ഇല നന്നായിട്ട് വലുതായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ആരോഗ്യത്തിന് നല്ലതാണെന്നാണ് പറഞ്ഞു കേട്ടിരിക്കുന്നത് ഇങ്ങനെ ഉപ്പേരി വെച്ച് കഴിക്കുന്നത്. അപ്പോൾ ഒരാഴ്ച കൊണ്ട് ഇലയൊക്കെ വലുതായി മുറിച്ചെടുത്തിട്ട് ചെറുതാക്കി കത്തിരി കൊണ്ട് കട്ട് ചെയ്ത് ഇതുമൊന്ന് മുറിച്ചെടുത്തിട്ട് പിന്നെ കത്തിരി കൊണ്ട് ചെറുതാക്കി മുറിച്ചിട്ട് മാറ്റി വെച്ചിട്ട് പിന്നെ ഇതിൻ്റെ അടിഭാഗം കളഞ്ഞിട്ട് പിന്നെ ആ കിണ്ണത്തിൽ തന്നെ ടിഷ്യൂ പേപ്പർ ഇല്ലെങ്കിൽ കോട്ടൺ തുണി വെച്ചാലും മതി കേട്ടോ. ടിഷ്യൂ പേപ്പർ തന്നെ വേണമെന്നില്ല. കടല ആണ് ഇപ്രാവശ്യം എടുത്തിരിക്കുന്നത് കേട്ടോ. കടല അങ്ങനെ പരത്തി വെച്ചപ്പോൾ ഞാൻ ആഴ്ചയിൽ ഒരിക്കൽ അങ്ങനെ എന്തെങ്കിലും മാറിയിട്ട് അങ്ങനെ വെക്കാറുണ്ട് കേട്ടോ. അതുകൊണ്ട് എടുത്താൽ അപ്പം തന്നെ അടുത്തത് പരത്തി വയ്ക്കും. ഉണക്കപ്പയറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പരത്തി വെക്കലുണ്ട്. അപ്പോൾ ഒന്നും കറി വയ്ക്കാനില്ലെങ്കിൽ അതെടുത്തിട്ട് നമുക്ക് കറി വയ്ക്കാം, ഉപ്പേരി വയ്ക്കുക എന്തെങ്കിലും ചെയ്യാം കേട്ടോ. പിന്നെ വേറെ എന്താ അതുകൊണ്ട് ചെയ്യാമെന്ന് എനിക്ക് അത്ര അറിയില്ല. കൂട്ടുകാർക്ക് അറിയുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കടുകും ഉണക്കമുളകും പൊട്ടി വരുമ്പോൾ വേപ്പില ഇട്ടിട്ട് പൊട്ടി വരുമ്പോൾ ഈ അരിഞ്ഞ് വെച്ചത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഉപ്പിട്ടിട്ട് വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. അടച്ച് വെച്ചിട്ട് വേവിക്കുക, പെട്ടെന്ന് വേവും ചെയ്യും. ഇത് എളുപ്പമാണ് കേട്ടോ അങ്ങനെ ചെയ്യാൻ. എന്നിട്ടൊരു ഇത് വേവണ സമയം കൊണ്ട് ഒരു പിടി തേങ്ങയും അതിലൊരു ചുവന്നുള്ളി, ഒരു വെളുത്തുള്ളിയുടെ ചുളി, ഒരു പച്ചമുളക് ഇട്ടിട്ട് ഒന്ന് അരയ്ക്കണ്ട കേട്ടോ. ഒന്ന് ഒതുക്കിയാൽ മതി. ഒന്ന് ചതച്ചെടുത്തിട്ട് ഇതിൽ ചേർത്താൽ നല്ല അടിപൊളി ടേസ്റ്റായിട്ടുള്ള ഉപ്പേരി കിട്ടും. ഒരുപാട് ഔഷധ ഗുണമുള്ളതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ.